വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. ബ്രിൻഡിസിക്ക് സമീപം കുപ്പർത്തീനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജോസഫ് ദേശ ജനിച്ചു. 8-ാമത്തെ വയസ്സ് മുതൽ അവന് സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനാൽ കൂട്ടുകാർ അവനെ വാപൊളിയൻ എന്നാണ് വിളിച്ചിരുന്നത്. കുറേ നാൾ ഒരു തോൽപ്പണിക്കാരൻ്റെ കൂടെ ജോലി ചെയ്തു. 17-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്പുച്ചിൻ സഭയിലും അവൻ പ്രവേശനത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും അവൻ മണ്ടനും വാപൊളിയനുമാണെന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ലാഗ്രോട്ടെല്ലെ എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അവന് കന്നുകാലി നോട്ടക്കാരൻ്റെ ജോലി കിട്ടി. അവൻ്റെ പ്രായശ്ചിത്തങ്ങളും എളിമയും അനുസരണവും തലവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും 25-ാമത്തെ വയസ്സിൽ അവന് പൗരോഹിത്യം നൽകുകയും ചെയ്തു. വേണ്ട പോലെ വായിക്കാൻ പഠിച്ചിരുന്നില്ലെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനം, ഏത് ദൈവശാസ്ത്ര പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി. പരഹൃദയ ജ്ഞാനവും പ്രവചനപരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വായുവിൽ കൂടെ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്നും പള്ളിയുടെ വാതിക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ മീതെ കൂടെ പറക്കുന്നത് 100 കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടെന്നും ജീവചരിത്രകാരന്മാർ പറയുന്നു. ഒരിക്കൽ അദ്ദേഹം പറന്ന് ഒരു ഒലിവ് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് അരമണിക്കൂർ ധ്യാനിക്കുകയുണ്ടായത്രേ. ഈ ദൃശ്യ പ്രകൃത്യാതീത സംഭവങ്ങൾ കണ്ട് ജനങ്ങൾ ആശ്രമത്തിൽ തിങ്ങിക്കൂടിയിരുന്നതിനാൽ അദ്ദേഹത്തെ അജ്ഞാതമായ ആശ്രമങ്ങളിലേക്ക് മാറി മാറി അയച്ചുകൊണ്ടിരുന്നു. ഒരു വിശുദ്ധൻ്റെ നാമമോ ദേവാലയ മണിനാദമോ കേട്ടാൽ മതി അദ്ദേഹം സമാധിയിലമരാൻ. ഫാദർ ജോസഫ് ഒരു സന്തുഷ്ട പ്രകൃതിയായിരുന്നെങ്കിലും പല ഏഷണികളും ദൂഷണങ്ങളും അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞു വരുത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. അതിനു പുറമെ വർഷവട്ടത്തിൽ 7 പ്രാവശ്യം 40 ദിവസത്തെ നോമ്പ് ആചരിച്ചിരുന്നു. ജനരാഹിത്യം കൊണ്ട് അലങ്കൃതനായ ഈ സന്യാസി 61-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു.